ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തിൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രിക്കായി PR ഏജൻസി ഉണ്ടെന്ന വെളിപ്പെടുത്തൽ നൽകിയത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ്. സംസ്ഥാന ഭരണം നിയന്ത്രിക്കുന്നത് PR ഏജൻസികളെന്ന വിമർശനം പൊടിതട്ടിയെടുത്ത് പ്രതിപക്ഷം എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അറിയാതെ വെട്ടിയിലായിരിക്കുകയാണ് CPM. നൽകാൻ പ്രജിത് മോഹനും ഗൗതം അനന്തനാരായണനുമുണ്ട്. ആദ്യം ഗൗതത്തിലേക്ക് തന്നെ പോകാം. ഗൗതം, ഹിന്ദു പത്രത്തിലെ അഭിമുഖം, അതിൽ മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിരോധത്തിലായിരിക്കുകയാണല്ലേ? നിഖിലെ, മുഖ്യമന്ത്രിയുടെ ഓഫീസും അതോടൊപ്പം തന്നെ സർക്കാരും CPM-നെയും എല്ലാം പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നാണ് ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വാർത്ത. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും PB-യിലും പങ്കെടുക്കുന്നതിനായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ സെപ്റ്റംബർ 29 രാവിലെ 9 മണി മുതൽ ഏതാണ്ട് 30 മിനിറ്റ് ഇന്റർവ്യൂ ആണ് ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. നമുക്കറിയാം, അതിലിപ്പോൾ വലിയ വിവാദമാകാൻ കാരണമായത് ഈ ഇന്റർവ്യൂവിനകത്ത് പിണറായി നടത്തി എന്ന് പറയുന്ന മലപ്പുറം പരാമർശം, പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ അത്തരമൊരു പരാമർശം ഈ ഇന്റർവ്യൂവിനകത്ത് മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്ന് പറയുകയും മലപ്പുറം പരാമർശം എന്നത് PR ഏജൻസി പത്രത്തിന് നൽകിയതാണെന്ന് വിവരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഹിന്ദു പത്രവും ഇത് തന്നെ ഇത് അടിവരയിട്ടുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതായത് PR ഏജൻസിയും നൽകിയതാണ് ഇത്, മുഖ്യമന്ത്രി തന്റെ ഭാഷയിൽ ഇത് പറഞ്ഞിട്ടില്ല എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി. ഇതോടുകൂടി പ്രതിപക്ഷ പാർട്ടികൾ ഏതാനും വർഷങ്ങളായി മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അടിവരയിടുകയാണ്. കാരണം PR ഏജൻസികളാണ് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മുന്നോട്ട് നയിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി PR ഏജൻസികളുടെ സഹായം തേടുന്നു, ഉപദേശം തേടുന്നു എന്നത് കൃത്യമായിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് കാലത്തൊക്കെ മുഖ്യമന്ത്രി നടത്തിയിരുന്ന വാർത്താ സമ്മേളനം PR ഏജൻസികൾ എഴുതി കൊടുക്കുന്നതാണ്. അത് അതുപോലെ വായിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്ന ആരോപണം അന്ന് BJP-യും കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് താൻ ആരുടെയെങ്കിലും ഉപദേശം അതുപോലെ എഴുതി വായിക്കുന്ന ആളാണെന്ന് സാമാന്യ ബോധമുള്ളവരൊന്നും ചിന്തിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രതികരണം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് PR ഏജൻസിയാണെന്നും PR ഏജൻസികൾ എഴുതി കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രി വിളമ്പുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവാദം. നിഖിൽ, എന്തായാലും ഈ വിഷയത്തിൽ നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് മോഹൻ കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം ഒരേപോലെ തന്നെ വെട്ടിലായിരിക്കുകയാണ്. ഒപ്പം തന്നെ മുൻപ് പ്രതിപക്ഷം ഉന്നയിച്ചൊരു ആരോപണമുണ്ട്, മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനങ്ങളടക്കം എല്ലാം PR ഏജൻസി നടത്തുന്ന പ്ലാനിംഗ് ആണ് എന്ന് മുൻപ് പ്രതിപക്ഷ സംഘടനകൾ BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിന് കൂടുതൽ ശക്തി പകരുന്നത് കൂടിയല്ലേ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു സംഭവവികാസങ്ങൾ? പ്രളയകാലത്തിന് ശേഷം കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ, കോവിഡ് കാലത്ത് നടത്തിയിട്ടുള്ള സർക്കാർ അനുകൂല പ്രചാരണങ്ങൾ, ഇതെല്ലാം PR ഏജൻസികളുമായി ബന്ധപ്പെടുത്തിയാണ് അന്നത്തെ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് BJP മുഖ്യമന്ത്രി കേരളത്തിന്റെ ക്യാപ്റ്റനാണെന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണം, കേരളത്തെ സംരക്ഷിച്ചു നിർത്താൻ പിണറായി വിജയൻ മാത്രമാണുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചാരണം, മുഖ്യമന്ത്രിക്ക് ഏതാണ്ട് ഒരു താരപരിവേഷമൊക്കെ നൽകിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ അന്ന് നടന്നതാണ്. അന്ന് തന്നെ ഈ PR ഏജൻസികളുടെ പ്രവർത്തനമൊക്കെ വലിയ രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്കൊക്കെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ട, കൃത്യമായ അതിനൊരു മാനേജ്മെന്റ് ശൈലിയൊക്കെ അന്നേ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതല്ല, കൃത്യമായ പരിചയസമ്പന്നതയുള്ള ഏജൻസികൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതായിരുന്നു അന്നത്തെ വിമർശനം. പക്ഷെ അന്ന് മുഖ്യമന്ത്രി വളരെ രൂക്ഷമായ ഭാഷയിലാണ് അന്ന് അതിനെ നേരിട്ടത്. ഈ നാടിന് എന്നെ അറിയാവുന്നതല്ലേ, നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതല്ലേ, ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്നാണ് സംസാരിക്കുന്നത്, എനിക്ക് പിന്നിൽ നിന്ന് ഒന്നും പറഞ്ഞു തരാൻ PR ഏജൻസികൾ ഒന്നുമില്ല എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി അന്ന് ആരോപണം ഉന്നയിച്ചവരെ കടന്നാക്രമിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി കോൺഗ്രസിന്റെ കേരളത്തിൽ നടന്ന ഒരു മീറ്റിംഗിൽ അന്ന് ഒരു PR വിദഗ്ധനായിട്ടുള്ള കനകോകുലു പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ മുഖ്യമന്ത്രി നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പിണറായി വിജയന് വേണ്ടി ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളുമായി ഇടപെടലുകൾ നടത്താൻ ഒരു PR ഏജൻസി കുറച്ചു നാളായി പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നത്. അത് ഹിന്ദുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ ഖലീജ് ടൈംസുമായി മുഖ്യമന്ത്രി നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഈ അഭിമുഖത്തിന് പോലും അന്ന് ഖലീജ് ടൈംസ് നന്ദി പറഞ്ഞത് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന ഈ PR ഏജൻസിക്കാണ്. അതിനുശേഷമാണ് ഹിന്ദുവുമായും ഈ രീതിയിൽ
മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന്, അതായത് മാധ്യമ സ്ഥാപനത്തെ അങ്ങോട്ട് സമീപിക്കുന്ന രീതിയിൽ ഒരു PR ഏജൻസി മുഖ്യമന്ത്രിക്കായി ഇടപെടലുകൾ നടത്തിയത്. അങ്ങനെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ട് ഒരു PR ഏജൻസി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ PR ഏജൻസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം നൽകുന്നുണ്ടോ? അത് നൽകുന്നുണ്ടെങ്കിൽ ആരാണ് നൽകുന്നത്? സർക്കാർ ഖജനാവിൽ നിന്നാണോ, പാർട്ടിയാണോ, അതോ ഇനി മുഖ്യമന്ത്രി നേരിട്ടാണോ, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സംഭാവനകളാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കും വിവാദങ്ങൾക്കും വരും ദിവസങ്ങളിലും ഈ വെളിപ്പെടുത്തലുകൾ വഴിവെക്കും. നിഖിൽ. ശരി പ്രജിത്ത്, എന്തായാലും ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം അത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഓഫീസിനെയും സർക്കാരിനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ PR ഏജൻസി ഉണ്ടെന്ന ഒരു വെളിപ്പെടുത്തലും സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. ഇതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം പാർട്ടികൾ ആലോചിക്കുന്നത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് മോഹനും ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനും.